യുദ്ധത്തിനായി റഷ്യയിലേക്ക് ഇന്ത്യക്കാരെ കടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യക്കാരെ യുദ്ധഭൂമിയിലേക്ക് വിടുന്നത് അംഗീകരിക്കില്ല. റഷ്യൻ അംബാസിഡറെ ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് എൻഡിഎ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് എത്തിയതായിരുന്നു ജയശങ്കർ. മലയാളികളെ കടത്തിയ ഏജന്റുമാരെ നിയമത്തിന് മുന്നിലെത്തിക്കും. ഇതുവരെ 2 പേരെ നാട്ടിലെത്തിച്ചു. കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെയും തിരിച്ചെത്തിക്കും. വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷയൊരുക്കാൻ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. ഇന്ത്യക്കാർ എവിടെ ആപത്തിൽപ്പെട്ടാലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ഇന്ത്യ സ്ഥാനാർത്ഥികളും കേന്ദ്രമന്ത്രിമാരുമായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അതിനായി പ്രവർത്തിച്ചവരാണ്. തിരഞ്ഞെടുപ്പ് ആയതിനാൽ കച്ചത്തീവ് പ്രശ്നത്തിൽ ഔദ്യോഗിക നിലപാട് പറയാനാവില്ല. എന്നാൽ അത് ഉഭയകക്ഷി ബന്ധങ്ങളെ ബാധിക്കുമെന്ന അഭിപ്രായത്തോട് യോജിപ്പുമില്ല. കച്ചത്തീവ് വേണമെന്ന് പറഞ്ഞു നടക്കുകയും കൈമാറിയതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യവിരുദ്ധ നിലപാട് തമിഴ്നാട് സർക്കാരിനുണ്ട്. അയൽക്കാരുമായി ഇന്ത്യക്ക് നല്ല ബന്ധമെന്ന ആക്ഷേപവും വസ്തുതാവിരുദ്ധമാണ്. 10 വർഷം മുമ്പ് പാകിസ്ഥാനുമായി നല്ല ബന്ധമായിരുന്നു. മുംബൈ ആക്രമണം മറന്നുപോയോ? ഇന്ത്യ നല്ല അയൽക്കാരാണ്. ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും കോവിഡ് ഭീതി വിതച്ചപ്പോഴും കൂടെയുണ്ടായത് ഇന്ത്യയാണ്. ചൈനയുമായി മത്സരാധിഷ്ഠിത ബന്ധമാണ്. കേന്ദ്ര നിലപാട് രാജ്യ താൽപര്യം നോക്കിയുള്ളതാണ്. ഇന്ത്യ ഇന്ന് ശക്തമാണ്. ആരുടെ മുന്നിലും രാജ്യ താൽപര്യം അടിയറ വയ്ക്കില്ല. യുദ്ധം നടത്തുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്കയടക്കം എതിർത്തപ്പോഴും വാങ്ങാതിരുന്നത് അതിന് തെളിവാണെന്നും ജയശങ്കർ പറഞ്ഞു. 5 തെങ്ങ് സ്വദേശികളായ പ്രിൻസ് സെബാസ്റ്റ്യൻ, വിനി സെൽവ, ടിനു പനിയടിമ, പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയത്. ഡേവിഡ് മുത്തപ്പൻ, പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മടങ്ങിയെത്തിയത്. വിനി സെൽവ, ടിനു പനിയടിമ എന്നിവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സെക്യൂരിറ്റി ജോലിക്കെന്ന് പറഞ്ഞ യുവാക്കളെ ഏജന്റ് ഡൽഹിയിൽ കൊണ്ടുപോകും. ഡൽഹിയിലെ ഏജൻസിയാണ് റഷ്യ ഉക്രൈൻ ബോർഡറിലെത്തിക്കുക. 1 മാസത്തോളം പരിശീലനം നൽകിയ ശേഷം തോക്കുമായി യുദ്ധമുഖത്തേക്ക് അയക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ഇന്ദ്രാവതി നടപ്പാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് തിരികെ എത്തിയവർ. ആൾക്കൂട്ട ആക്രമണങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധിയും രൂക്ഷമായതിനു പിന്നാലെയാണ് ഹെയ്ത്തിയിൽ നിന്നുള്ളവരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നടപടികൾ ആരംഭിച്ചത്. ഈ മാസം ആദ്യമാണ് ഇന്ത്യ ഓപ്പറേഷൻ ഇന്ദ്രാവതിക്ക് തുടക്കമിട്ടത്. തങ്ങളെ ഹെയ്ത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഹെയ്ത്തിയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനും നന്ദി അറിയിക്കുന്നതായി കേരളത്തിൽ നിന്നുള്ള ഫിറോസ് വലഗട്ടിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിന്റെ വീഡിയോയും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. മോദിക്ക് ഗ്യാരണ്ടി തുടരുകയാണ്. ഹെയ്ത്തിയിൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി പുരോഗമിക്കുകയാണ്. ഫിറോസിന്റെ വാക്കുകൾ കേൾക്കൂ എന്ന് കുറിച്ചുകൊണ്ടാണ് എസ് ജയശങ്കർ ഈ വീഡിയോ പങ്കുവച്ചത്. 12 പേരെയാണ് കഴിഞ്ഞ ദിവസം തിരികെ എത്തിച്ചത്. വിദേശ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്ന കേന്ദ്രം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും എസ് ജയശങ്കർ പറയുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക് സർക്കാരിന് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി ഹെയ്ത്തിയിൽ ഏകദേശം 2025 വരെ ഇന്ത്യൻ പൗരന്മാർ ഉണ്ടെന്നാണ് കണക്ക്. ഇവരുടെ സുരക്ഷ കണക്കിലെടുത്ത് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി നാട്ടിൽ തിരികെ എത്തിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടുന്നതിനായി കഴിഞ്ഞ 10 വർഷമായി കൃത്യമായ സിസ്റ്റം പിന്തുടരുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.